90+ മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹരമായി മാറിക്കഴിഞ്ഞ ടോപ്പ് സിംഗറിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലോട്ട് സ്വാഗതം. നമുക്ക് തുടങ്ങാൻ ഒരാൾ വേണമല്ലോ അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എല്ലാം സ്വന്തം മീനൂട്ടി. ഹലോ, ഇത് മീനൂട്ടിയാണോ? അല്ല, മീനൂട്ടിയുടെ ചേച്ചി. ചേച്ചി, എനിക്കൊരു സംശയം. അങ്ങോട്ട് നോക്കി, ആ ക്യാമറയില് കണ്ണെന്ത് പറ്റി? വാലിട്ടല്ല, കണ്ണ് ചിമ്മിപ്പോയി. ചിമ്മിപ്പോയോ? ചിമ്മിപ്പോയൊന്നുമില്ല. അപ്പൊ നമുക്ക് സമയം കളയാതെ തുടങ്ങാം. പിന്നല്ല. അപ്പൊ ആദ്യത്തെ ആളെ വിളിക്കട്ടെ. ഹനൂനെയാ വരുന്നത്.
ആലാപന മധുരം പകർന്ന കുഞ്ഞു തുമ്പികളുടെ സുവർണ സന്ധ്യയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. ടോപ്പ് സിംഗറിന്റെ സർഗവേദിയിലെ ഭാവഗായിക കണ്ണൂരിൽ നിന്നും ഹനൂന. വെൽക്കം ഹനൂന ഓൺ സ്റ്റേജ്. ഹനൂന, ഇത് പാട്ടാ ഹനു? ഇന്ന് ഞാൻ ഇന്നലെ എന്ന മൂവിയിലെ കണ്ണീർ നിന്മയിൽ. കണ്ണേ നിന്മയിൽ. അത് നമ്മുടെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ ചെയ്താണ്. രവിചേട്ടൻ ചെയ്യുന്ന എല്ലാ പാട്ടുകളും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗതിയാണ് ആ പാട്ടിന്റെ. ഓൾ ദി ബെസ്റ്റ് ഹനൂന. താങ്ക് യു സർ.
പദമാടി തിരുമുടിയിൽ ഇന്നലെ രാവായി പാടി മറഞ്ഞു നിന്നെ അനാഥ മൗനം. കണ്ണിൽ നിന്മേൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞു. പൊന്നോ പൂമുട്ടോ വർണ്ണത്തിലോ നിൻ ഭാവം മോഹനമാക്കി. ഹനുന, ഓ നല്ല സെലക്ഷൻ. ആരാ സെലക്ട് ചെയ്ത പാട്ട്? അമ്മ. അമ്മ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം പാടിയിട്ടുണ്ട്. മിന്നാരക്കയിൽ നിൻ തൂവൽ ചിരി തൂക്കി അവിടെ ശ്വാസത്തിന് ഇത്തിരി ഒരു പിടുത്തം വന്നു. ഒന്ന് പാടാം, ഒന്ന് ഈസി ആയിട്ട് പാടിക്ക്, റിലാക്സ് ചെയ്ത്. മിന്നാരക്കൈയിൽ നിൻ തൂവൽ ചിരി വിതറി തൈമാസത്തിന്നൽ പദമാടി തിരുമുടിയിൽ ഇന്നലെ രാവായി. കറക്റ്റ്. അപ്പോൾ ആ ശ്വാസം വന്നപ്പോഴത്തേക്കും ഒരു അക്ഷരമൊക്കെ കട്ടായിപ്പോയി. നേരത്തെ ഒരു വെപ്രാളത്തിൻ്റെ മേളിലാണ് സംഭവിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ മൂവന്തിക്കതിരായി നീ, അവിടെ ശ്രുതി നല്ല ക്ലീൻ ആയിട്ട് ചേരട്ടെ, പഠിക്കും. മൂവന്തിക്കതിരായി നീ പൊന്മാട തുഞ്ചത്തും കോലക്കുഴൽ കിളിക്കുഞ്ഞേ. ഇപ്പൊ എവിടെ നിന്ന് ഈ കുഞ്ഞ്? ഇപ്പൊ ഓക്കെയാണ്. ആ കുഞ്ഞ് സോഫ്റ്റ് ആക്കി, മനസ്സിലായില്ലേ? അപ്പൊ നല്ല സുഖമുണ്ട് കേൾക്കാം. നേരത്തെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടോണം കുഞ്ഞേ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പൊ നമുക്കൊരു ഇത് തോന്നും, യു ആർ എ വെരി ഗുഡ് സിംഗർ കേട്ടോ, നല്ലൊരു സിംഗറാണ്. അപ്പം നല്ല വോയിസ്, ബ്യൂട്ടിഫുൾ വോയിസ്. അതുകൊണ്ട് എന്ത് പാടിയാലും വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കും, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം ഈ കാര്യങ്ങൾ, അതായത് കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലി ഒഴിഞ്ഞു, പാട്ട് പാടിയത് കറക്റ്റാണ്. അതിനകത്തൊരു എക്സ്പ്രഷൻ പാടി നോക്കി, ഒരു ശകല എക്സ്പ്രഷൻ. കണ്ണിൽ നിന്മേൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലി ഒഴിഞ്ഞു. പൊന്നോ പൂമുട്ടോ വർണ്ണത്തിലോ നിൻ ഭാവം മോഹനമാക്കി. ഉണ്ട് കയ്യിൽ മരുന്നുണ്ട്, പാടുമ്പോഴങ്ങ് പാടിപ്പോണു എന്നുള്ളേ ഉള്ളൂ. ബട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു പ്ലേ ബാക്ക് സിംഗറിന് വേണ്ട ഒരു കാര്യം, ഇൻബോൺ ആയിട്ട് ഭാവം വേണം. അത് യു ഹാവ് ഗോട്ട് ദാറ്റ് ടാലൻറ്റ്. ആ ടാലൻറ്റിനെ നമ്മൾ വെളിയിൽ വരുമ്പോഴത്തേക്ക് ആ ഭാവം കൊടുത്താലേ കറക്റ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ ചിത്ര പാടിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അറിയാം, പല സ്ഥലത്തും ഒരുപാട് മോഡുലേഷൻസ് ഉണ്ട്, ഏറ്റക്കുറച്ചിലുകളുണ്ട്, സംഗതി പെർഫെക്റ്റ് ആണ്. യു ഹാവ് ഗോട്ട് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. നന്നായിട്ട് പാടി, പാട്ടൊക്കെ കൊള്ളാം. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ശ്രുതിയും ഇങ്ങനത്തെ എന്താണ് ഫീലിംഗ് അതും കൂടെ വന്നാൽ ശ്വാസത്തിൻ്റെ എവിടെ എടുക്കണം എന്നുള്ളത് അതൊക്കെ നോക്കിയാൽ വളരെ നന്നായിരിക്കും. ആൾ ദ ബെസ്റ്റ് ഹുനാന. ഇന്ന് കൊണ്ടുവന്ന പാട്ട് ഒരു 1.5 പാട്ടാണ്. അതായത് വേറൊന്നും കൊണ്ടല്ല, ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല മരുന്ന് കയ്യിലുണ്ടാവണം. ഇങ്ങനെ കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? സ്ക്രിപ്റ്റ് വൈസ് പെർഫെക്റ്റ് ആണ് ഈ പാട്ട്. അതായത് ഫുൾ അലഞ്ഞ് നടക്കുക എന്ന് പറയില്ലേ മനസ്സ്, അതാണ് ആക്ച്വലി ഈ സിറ്റുവേഷനെ കുറിച്ച് കൂടുതൽ പറയാൻ ബെസ്റ്റ് മുകേഷ് അങ്കിളാണ്. അപ്പോൾ അലഞ്ഞ് നടക്കുന്ന ഒരു മനസ്സിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഈ പാട്ട്. അപ്പോൾ അലഞ്ഞു നടക്കുന്ന സമയത്ത് വരുന്ന ട്യൂണും അതുപോലെയാണ്. മൈനറിൽ തുടങ്ങിയ ഒരു ട്യൂൺ, താളമാണെങ്കിൽ തന്നെ കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ എന്നൊക്കെ പറയുന്നത് നോർമൽ 7/8 വരുന്ന പ്രയോഗങ്ങളല്ല. ഈ ഫ്രേസിങ് അവിടെ തന്നെ നമുക്ക് അത്യാവശ്യം ഗ്രിപ്പ് ഇല്ലെങ്കിൽ ആ ഫസ്റ്റ് ലൈനിൽ തന്നെ വീഴും. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ടുന്ന സ്ക്രിപ്റ്റിന് അലയാം, കമ്പോസറിന് അലയാം, സിംഗറിന് ഇതിൽ അലഞ്ഞു പോയാൽ തൊലഞ്ഞു പോകുമെന്ന് പറയുന്ന അവസ്ഥയാണ്. സിംഗർ ഫോക്കസ്ഡ് ആയിരിക്കണം. മോള് ഈ സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു പാട്ട് കൊണ്ടുവന്ന് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് പാടിയത്, ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൽ മോളുടെ വോയിസിന് ഒരു സംഭവം എനിക്ക് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വോയിസാണ്, പക്ഷേ ഇത് മൈക്കിൽ നിന്നും ഒരു പൊടിക്ക് ദൂരെ പോയി കഴിഞ്ഞാൽ തിന്നായി പോവും. അതായത് അതിന് വേണ്ടുന്ന ഒരു ഫാറ്റ്നെസ് ഇല്ലേ വോയിസിന്, അത് പെട്ടെന്ന് തിന്നാവും. നമ്മൾ ചില സിംഗേഴ്സിനടുത്ത് പറയും ശബ്ദത്തിൽ പാടുമ്പം ദൂരെ വയ്ക്കൂ, സോഫ്റ്റായിട്ട് പാടുമ്പോൾ അടുത്ത് വയ്ക്കുമെന്ന്. പക്ഷെ മോളുടെ കേസിൽ ഹൈ പിച്ച് പാടുമ്പം ദൂരെ വെച്ചാൽ ഇത് ഉള്ളതിലും തിന്നായിപ്പോവും. അപ്പം മോള് തന്നെ, പക്ഷെ മോളുടെ സിംഗിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചു, വളരെ ലൗഡായിട്ട് പാടുമ്പോൾ മോൾക്കത് ഒതുക്കി കൺട്രോൾഡ് ആയിട്ട് പാടാനറിയാം. അതായത് പൊട്ടിത്തെറിച്ചല്ല, മോള് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി കൺട്രോൾഡ് വോയിസാണ്. അപ്പോൾ അത് മോൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് മോൾ അധികം മൈക്ക് ദൂരെ വെക്കരുത്, അടുത്ത് തന്നെ വെക്കണം. എന്നാലേ ആ വോയിസിൻ്റെ ഫാറ്റ്നെസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ അങ്കിൾ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ മോള് പ്രിപ്പയർഡ് ആണ് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ. ഫസ്റ്റൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ മോൾക്ക് ഫുൾ കൺഫ്യൂഷനാവും.
അപ്പം മോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മൈക്ക് അടുത്ത് തന്നെ വെക്കുക. അധികം ലൗഡ് അല്ലാതെ മോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, നമ്മുടെ 12K വിസ്താരയിൽ മൂന്നാർ കാണിച്ചു. ഇതുപോലെ മുമ്പ് ഒരിക്കൽ കാണിച്ചതാണ് ഞാൻ മൂന്നാർ എത്തിപ്പോയത് കഴിഞ്ഞ ആഴ്ച. ഇവിടുന്ന് കാണുമ്പോൾ ഈ 12Kയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ ഞാൻ കൊല്ലും. എൻ്റെ ചെലവ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. എന്തായാലും അവിടെ ഇരുന്ന് കാണുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ശ്രീകുണിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് അവിടെ ഇതാണ് കാരണം, പോകാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പോകുന്ന ഒരാളല്ല. അപ്പോൾ അതിന് ഫ്ലവേഴ്സ് ടിവിനോട് സ്പെഷ്യൽ താങ്ക്സ്. അപ്പൊ ഇനി നെക്സ്റ്റ് ആഫ്രിക്ക കാണിക്കുന്നു. ഒരുപാട് പ്രോഗ്രസ് കാണുന്നു, ഞാനൊരു മെച്യൂരിറ്റി കാണുന്നു മോളുടെ പാട്ടിൽ. എസ്പെഷ്യലി ഈ കൺട്രോളിന്റെ കാര്യം, എവിടെയാണ് നമുക്ക് വോല്യൂം കൊടുക്കേണ്ടത്, എവിടെ എക്സ്പ്രഷൻസ് വേണം, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് ഒരു പാട്ട് അല്ലേ. എല്ലാ സ്ഥലവും ഒരുപോലെ നമ്മൾ പാടുന്നില്ല. അപ്പോൾ ആ ഒരു കൺട്രോൾ ഞാൻ വളരെ വളരെ അഭിനന്ദിക്കുന്നു കേട്ടോ. താങ്ക് യു മാം. ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ചില സ്ഥലങ്ങളിൽ എനിക്ക് ആ എസ്പെഷ്യലി ആ തൈമാസ പാടിയ രീതിയല്ലേ, അത് അയ്യോ അത് അസലായിരുന്നു. താങ്ക് യു മാം. അപ്പൊ ഇപ്പൊ എല്ലാം ഉണ്ട് കയ്യിൽ, പക്ഷെ എങ്ങനെ അത് എത്രത്തോളം നമുക്കത് കൊടുക്കണം, അതിന്റെ ഒരു കൺട്രോൾ കുറച്ചുകൂടി കിട്ടിയാൽ യു ക്യാൻ ഗോ സ്ട്രേറ്റ് ടു ദി സ്റ്റുഡിയോസ്. അതാണ് കാര്യം. ഓക്കെ, ടു മച്ച്. ഐ റിയലി ലവ്ഡ് ഇറ്റ്. താങ്ക് യു. പല എക്സ്പ്രഷൻസ് അങ്ങനെ ചിത്രമ്മ ഇവിടെ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പാടി. താങ്ക് യു മാം. വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു. അനുവിന ഓരോ പ്രാവശ്യവും പാട്ട് കൊണ്ട് വരുമ്പോഴത്തേക്ക് പാട്ട് പാടിക്കഴിഞ്ഞ് എല്ലാവരും ഗംഭീരമാണെന്ന് പറഞ്ഞു. അനുവിന നേരെ സ്റ്റുഡിയോയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ കൂടൊക്കെ തന്നെ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും കൊനസ്റ്റ് പാട്ട് എടുക്കണ്ട, കുറച്ചുകൂടെ ഒക്കെ സിമ്പിളായിട്ട് എടുത്തിട്ട് പിന്നെ 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 എന്ന് പറഞ്ഞിട്ട് പല തരത്തിൽ പല ജഡ്ജസ്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അനുവിന പിന്നെയും കൊനസ്റ്റ് പാട്ട്, എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ കൊനസ്റ്റാണ് എന്ന് ഒരു തീരുമാനം എടുത്തതുപോലെ അത് നല്ലത് തന്നെ. ആ ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതൊരിക്കലും മോശമാണെന്ന് പറയുന്നില്ല. മോളുടെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഇതൊക്കെ പാടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ അത് തന്നെ, അത്രയേ ഉള്ളൂ. സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1990 ഇറങ്ങിയ പടം ഇന്നലെ എന്ന് പറഞ്ഞത് ഭയങ്കര സൈക്കോളജിക്കൽ സോഷ്യൽ ഡ്രാമ എന്നാണ് അതിൻ്റെ ഒരു വിവരണം. വളരെ അപൂർവമായിട്ടുള്ള സിനിമകൾ മാത്രമേ അങ്ങനെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നായിക ശോഭന ഒരു തീർത്ഥാടനം പോവുകയാണ് ഒരു ബസ്സിനകത്ത്. ഇടയ്ക്ക് വെച്ചിട്ട് ആക്സിഡൻ്റ് ആയി പലരും ഭയങ്കര സീരിയസ് ആവുന്നു. ശോഭനയെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നു. ശോഭന ബോധം വരുമ്പോൾ അംനീഷ്യ എന്ന് പറഞ്ഞൊരു അസുഖം വരികയാണ്. പഴയതെല്ലാം മറന്നു പോവുക. ചികിത്സിച്ച ഡോക്ടറിൻ്റെ മകനാണ് ജയറാം, ഒരു ഹീറോ ആണ്. ചികിത്സിച്ച ഡോക്ടർ ശ്രീവിദ്യ. അപ്പോൾ ഇവിടെ ചികിത്സ കഴിഞ്ഞിട്ട് ഈ ജയറാമിന് ഭയങ്കര സ്നേഹം വരികയാണ് ഈ പെൺകുട്ടിക്ക് വേറെ ഒന്നും പേര് പോലും ഓർക്കുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടെ മായ എന്ന് പറഞ്ഞൊരു പേര് അപ്പോഴാണ് ഇടുന്നത്. ഈ പ്രായത്തിൽ ഈ ബോധം തെളിഞ്ഞ അന്ന് മുതലുള്ള എല്ലാവരും അറിയാം, പക്ഷെ പഴയതെല്ലാം മറന്നു. എവിടുന്ന് വരുന്നു, ആരാണ്, ഒന്നും ഓർമ്മയില്ല, സ്വന്തം പേര് പോലും ഓർമ്മയില്ല. അങ്ങനെ ഇവരെ കല്യാണമൊക്കെ നിശ്ചയിച്ച് വരുമ്പോഴാണ് കഥയുടെ ട്വിസ്റ്റ്. ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു സയൻറ്റിസ്റ്റാണ്, സുരേഷ് ഗോപിയാണ് ആ റോൾ എടുക്കുന്നത്. സുരേഷ് ഗോപി അന്വേഷിച്ച് വരികയാണ് ഈ ആക്സിഡൻറ്റിനകത്ത്, ഈ ബസ്സിനകത്തുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഇവിടെ എത്തുന്നു. സുരേഷ് ഗോപി കുറച്ചേ ഉള്ളെങ്കിലും സുരേഷ് ഗോപിയുടെ റോളും ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹീറോ തന്നെയാണ്. ആ കൊല്ലത്തെ ബെസ്റ്റ് സ്ക്രിപ്റ്റിനുള്ള അവാർഡ് പത്മനാഭൻ ചേട്ടന് കിട്ടി. ഇപ്പം പാടിയ പാട്ടിന് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിന് പെരുമ്പാവൂർ രവീന്ദ്രനാഥ് ചേട്ടന് കിട്ടി. അപ്പം അതെല്ലാം ഒരു ഭയങ്കരമായി എല്ലാ ക്രിട്ടിക്സും ഗംഭീരമാണെന്ന് പറഞ്ഞ ഒരു സിനിമയായിരുന്നു ഇന്നലെ എന്ന് പറഞ്ഞ സിനിമ. ഇന്നും മലയാളത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിലുള്ള സിനിമകളുടെ കൂട്ടത്തിൽ തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഹനൂന, മോൾക്ക് ഇന്നത്തെ പാട്ടിന് ജഡ്ജസ് പാനൽ തരുന്നു A triple wow. താങ്ക് യു സർ. അടിയൊരു ഹനിപ്പുക്കുറ്റി. Congratulations, you are awarded a triple wow. താങ്ക് യു സർ. ഹനൂനയുടെ പാട്ട് കേട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ ഇനി എല്ലാവർക്കും അറിയണ പോലെ വോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും വേഗം നമ്മുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറിയിട്ട് ഹനൂനയുടെ QR കോഡ് ഇവിടെ കാണാൻ പറ്റും, അത് സ്കാൻ ചെയ്ത് ഹനൂനയ്ക്ക് വോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. 90+
മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലുള്ള 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. സ്നേഹ സംഗീതത്തിന്റെ കുഞ്ഞുകൂട്ടിലെ കുറുമ്പൻ പാട്ടുകാരൻ ശ്രീദേവ്. വെൽക്കം ശ്രീദേവ്. കടലിൽ മൈലാഞ്ചി നേരം കൂടുമറന്നൊരു പ്രാവോ കൂട്ടായി. അയ്യോ, നിന്റെ മുടി കളർ ചെയ്തോ? പക്ഷെ ഇതെന്താ ഇവിടെ മാത്രം ചെയ്ത് വെച്ചിരിക്കുന്നത്? അതല്ലേ ഇപ്പത്തെ ഒരു എടാ, ഇവിടെയൊക്കെ ചെയ്യണേ. MG ഞങ്ങൾ നോക്ക്. അല്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആണോ? എനിക്ക് വയ്യ. നല്ലൊരു മുഖവും നല്ലൊരു മുടിയായിരുന്നു. അതിന് ചുവപ്പ് കളറൊക്കെ ബാക്കിൽ പച്ചയല്ലേ? പച്ച ഇല്ല, ബാക്കിലൊന്നും ഇല്ല. ഏത് പാട്ടാ? മുത്തുമണി തൂവൽ തരാം. ഓ, സൂപ്പർ സോങ്. നല്ല കൈഡിയറ്റ്. ഇതിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് സാർ. അസാബാഷ്. എഴുതിയത് കൈതപ്പുറം സാർ. എടുക്കാരും. താങ്ക് യു. പക്ഷെ സുന്ദരനായിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഇരുന്നാലും സുന്ദരനാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
പാടി നന്നായി പാടിയെന്ന് തോന്നുന്നു. തോന്നുന്നു. പക്ഷേ നമ്മൾ വിളിക്കുന്ന മൂന്നാല് പേർക്കും അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. ഓക്കെ എന്ന് തോന്നി. അപ്പൊ ഏതാ ശരി? ഞങ്ങൾ പറയുന്നതാണോ മോൻ പറയുന്നതാണോ ശരി? ഞാൻ പറയുന്നതാ ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ. മോൻ നന്നായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരളവ് വരെ നന്നായിട്ട് പാടുകയും ചെയ്തു. അതിനൊരു നല്ല കാര്യം. താങ്ക് യു സാർ. മോന്റെ വയസ്സനുസരിച്ച് ആ ചില സംഗതികളൊക്കെ കയറി പിടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതിലൂടെ ഓടിപ്പോയി. അതായത് നമ്മളൊരു വഴി പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് കറക്റ്റായിട്ട് വഴി പോകുന്നുണ്ട്, പക്ഷെ ആ സംഗതി ഏകദേശമൊക്കെ ഒപ്പിച്ച് പോകുന്നുണ്ട്. ഏതാ സംഗതി എന്ന് മനസ്സിലായല്ലോ? ഏതാണ്? അത് ഒരു കൈയടി കൊടുത്ത്. മോന്റെ ഇന്ന് കേൾക്കാൻ വളരെ സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. ഇനിയും കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട്. മോൻ പറഞ്ഞ പോലെ സൂപ്പറായിട്ടല്ല, നന്നായിട്ട് പാടി. ഓക്കെ. ശ്രീദേവ്, എന്തോ മോൻ ഈ പാടിയ പാട്ടിൽ അങ്കിളിന് കിട്ടിയ ഒരു ഫീല്, അതായത് പാടിയത് ടെക്നിക്കലി നോട്ട് വൈസ് ഒന്നും പ്രശ്നമില്ലെങ്കിൽ കൂടെ മോൻ ഇതിന് കൊടുത്ത ഫീലില്ലേ, അത് അങ്കിളിന് വളരെ വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനൊരു വലിയ കാര്യം. താങ്ക് യു സാർ. കാരണം ഈ ഡൈനാമിക്സിൽ വന്നാലേ ഈ പാട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ മോൻ ഇത് ഈ ചെറിയ പ്രായത്തിൽ, എത്ര വയസ്സാണ്? 9 ഈ ഡിസംബർ 10. ഈ അടുത്ത് ബർത്ത്ഡേ കഴിഞ്ഞോ? നമ്മളെ സംബന്ധിച്ച് ഈ പ്രായത്തിന് ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പഠിക്കുന്ന സമയത്ത് അതിന്റെ ഫീല് ശരിക്കും മോൻ അത് ഉൾക്കൊണ്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും രസമായിട്ട് ഇവിടെ മോന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ടൈം മോൻ പാട്ടിന്റെ സെലക്ഷനിൽ അധികം ഹൈ പോവാത്ത പാട്ടെടുക്ക്. എനിക്ക് തോന്നുന്നു ശ്രീദേവ് ഇവിടെ വന്ന് പാടിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫീൽ ഓറിയന്റഡ് സോങ്സ് ആണ് ഇന്ന് ഇവിടെ പാടിയത്. വെൽ ഡൺ. മുത്തേ, കളർ ചെയ്ത മുത്തേ, ഞാൻ മുത്തുമണി തൂവലല്ല, ഞാനൊരു വലിയ ഉമ്മ തരാം. സത്യത്തില് ശ്രീദേവി ഇതുവരെ പാടിയതില് എനിക്കൊരു മെച്യൂരിറ്റി തോന്നി. ആ ഒരു പാട്ടിൻ്റെ സംഗതി എങ്ങനെയാ പാടേണ്ടത്, ഏത് സ്റ്റൈലിലാണ് നമ്മളത് അതിൻ്റെ ഡൈനാമിക്സും ആ വാക്കുകൾ പറയുന്ന രീതിയും എനിക്ക് തോന്നി മോൻ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. കുറേ പ്രോഗ്രസ് കാണുന്നുണ്ട് ഞാൻ. അത് അടിപൊളിയാ കേട്ടോ. അനുപല്ലവിയാണ് തുടക്കത്തിൽ ആ കരളിൽ വിളങ്ങിയല്ലേ, കുറച്ചുകൂടി സ്വീറ്റ് ആക്കാന്ന് തോന്നി. അപ്പോ നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട്. ഇനിയും അങ്ങനെ ഒരു കൺട്രോൾ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ് മോൻ. താങ്ക് യു മാം. അപ്പൊ എന്തോ ഈ ചോപ്പിൽ എന്തോ ഉണ്ട് കേട്ടോ. ശ്രീദേവ്, എന്തോ കൗരവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ്. ഇപ്പോഴും ഈ സിനിമ കേരളത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ഗുണ്ടാ സംഘമാണ്. അതായത് തിലകേട്ടനാണ് ഒരു ഗുണ്ടാ സംഘത്തിന്റെ തലവൻ. മമ്മൂക്ക എങ്കിലും ഒക്കെ ഹീറോ അല്ല, വില്ലൻ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പോൾ വിഷ്ണുവർദ്ധൻ എന്ന് പറഞ്ഞ കന്നഡത്തിലൊരു ഉഗ്രൻ ആക്ടറാണ്. അപ്പോൾ തിലകേട്ടൻ, വിഷ്ണുവർദ്ധൻ, മമ്മൂട്ടി, ഇവരുടെ 3 പേരുടെയും കൂടെ ഉള്ള ഒരു അഭിനയ മത്സരമായിരുന്നു. വിഷ്ണുവർദ്ധൻ പോലീസ് ഓഫീസർ. അപ്പോൾ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ തിലകേട്ടൻ്റെ ഭാര്യയെയും 2 കുട്ടികളെയും കൊന്നുകളയും. അതേപോലെ തന്നെ മമ്മൂക്കയുടെ ഭാര്യയെയും മകളെയും നഷ്ടപ്പെടും ഈ ഒരു ഫൈറ്റിനകത്ത്. അങ്ങനെ മമ്മൂക്ക ജയിലിൽ പോകും. തിരിച്ചു വന്ന് ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുകയാണ് ആ വിഷ്ണുവർദ്ധൻ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറെ കൊല്ലണം. അങ്ങനെ എല്ലാം റെഡിയായി വരുമ്പോഴാണ് മമ്മൂക്ക അറിയുന്നത്. അതാണ് ഫസ്റ്റ് ട്വിസ്റ്റ് കഥയിലെ. ഇദ്ദേഹത്തിൻ്റെ മകൾ മരിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ മകളെ ആ പോലീസ് ഓഫീസർ അദ്ദേഹത്തിന് 2 പെൺകുട്ടികളുടെ കൂടെ വളർത്തുന്നുണ്ട്. അപ്പം മമ്മൂക്കയ്ക്ക് മകളെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് വൈരാഗ്യവും ദേഷ്യവും ഒക്കെ മാറിയിട്ട് എൻ്റെ മകൾ, എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ മകളെ എങ്ങനെയും രക്ഷിക്കണം. അങ്ങനെ കൂറ് മാറിയിട്ട് മമ്മൂക്ക ഈ ഗ്യാങ്ങിൻ്റെ അടുത്ത് പറയും അയാളെ ഒന്നും ചെയ്യണ്ട. അപ്പം ഗ്യാങ് പറയും ഒരിക്കലുമില്ല, എൻ്റെ വൈഫിനെയും മക്കളെയും നിൻ്റെ ഭാര്യയൊക്കെ കൊന്നാണ്, റിവഞ്ച് ഇസ് റിവഞ്ച്. അങ്ങനെയുള്ള ഒരു ഫൈറ്റിൽ ഈ മമ്മൂക്കയെ ഈ ഗുണ്ടാ തലവൻ തിലകേട്ടൻ വെടിവെക്കും. തിരിച്ച് മമ്മൂക്ക ഇയാളെ കൊന്നുകളയും. അങ്ങനെ ശുഭപര്യവസാനം വരുന്നു. ആ പോലീസ് ഓഫീസർ മരിക്കും. 3 പെൺകുട്ടികളുണ്ട്. ഇതിലേതാണ് മമ്മൂട്ടിയുടെ മകളെന്നുള്ളത് അറിഞ്ഞൂടെ. ക്ലൈമാക്സിൽ ഈ വിഷ്ണുവർദ്ധൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുരളിക്കറിയാം. മുരളി മമ്മൂക്കടുത്ത് പറയും ഈ 3 കുട്ടികളിൽ നിങ്ങളുടെ കുട്ടി
എന്ന് പറയുമ്പോൾ മമ്മൂക്ക വേണ്ട, പറയണ്ട, 3 എൻ്റെ കുട്ടികളാണ്, 3 പേരെയും എൻ്റെ മക്കളായിട്ട് ഞാൻ വളർത്തും, ഇതിൽ ഒരാൾ എൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റേത് അന്യരായി പോകും എന്ന് പറയുന്ന ഒരു അതിഗംഭീരമായ ട്വിസ്റ്റിലാണ് സിനിമ തീരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ശ്രീദേവ്, എന്തോ ഇന്ന് പാടിയ പാട്ടിന് മോൻ എന്ത് കിട്ടുന്നാണ് തോന്നുന്നത്? ഒരു എക്സ്ട്രീമോ ട്രിപ്പിൾ വാവോ? അത് ഇവിടുത്തെ പരിപാടിയാ. ഒരെണ്ണം പറ. എക്സ്ട്രീം എക്സ്ട്രീമിന് ഇതുണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഉറപ്പ്? ഉറപ്പ്. എന്നാ പിടിച്ചോ, എ എക്സ്ട്രീം. താങ്ക് യു സാർ. ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാണ്? മിക്കി മൗസ്, പിന്നെ അതുപോലെ സ്പൈഡർമാൻ, അങ്ങനെ അത് സ്പൈഡർമാൻ. ആ ഞാൻ വരുത്തട്ടെ ഇവിടെ? വരുത്തും. സ്പൈഡർമാൻ നിന്നെ കൊണ്ട് പോവും, കുഴപ്പമില്ലല്ലോ. സ്പൈഡർമാൻ. ഹലോ. താങ്ക് യു. താങ്ക്സ് പറ. താങ്ക്സ്. എനിക്ക് അങ്കിൾ താങ്ക് യു. ഞാനല്ലേ വരുത്തിയത്. ഇതിപ്പോ ലേറ്റസ്റ്റ് സ്പൈഡർമാൻ. അപ്പൊ സ്പൈഡർമാൻ പൊക്കോ എന്നാ ചാച്ചാ. ചാച്ചാ പാവം. അപ്പൊ ആദ്യൊരു സ്പൈഡർമാൻ പൂക്കുറ്റി. താങ്ക് യു സാർ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ എക്സ്ട്രീം. താങ്ക് യു സാർ. ഇനി എന്താ കാണണ്ടേ? അതായത് ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ എം ജെ കളടുത്ത് പറഞ്ഞാലെങ്കിൽ അടുത്ത പ്രാവശ്യം കൊണ്ടുവരും. ഇനി ഒന്നും കാണണ്ട. കാണണ്ട. കഴിക്കാൻ എന്ത് ഇഷ്ടമുള്ളതെങ്കിലും ഒന്നും വേണ്ട. ഒന്നും വേണ്ട. ഇപ്പോഴൊരു സാധനം വരും 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 വരും. ഇംഗ്ലീഷ് ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോയി. ചാടിയതാ പറഞ്ഞു, ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല. അത് പറയാൻ കാരണം എന്താണ്? ടീച്ചറാണോ? ടീച്ചറാണ്, പ്രിൻസിപ്പളാണ്. ശരി. അപ്പൊ വലിയൊരു വെൽക്കം മാമിന്. താങ്ക് യു. പേര് പറഞ്ഞില്ല. എൻ്റെ പേര് മർഫി. എന്ത് തോന്നുന്നു ശ്രീദേവിന്റെ പാട്ടൊക്കെ കേട്ടിട്ട്? ഭയങ്കര അഭിമാനമുണ്ട് സർ. ഇങ്ങനെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമല്ലേ. പ്രൈസ് കിട്ടുന്നതിനെ പറ്റിയിട്ടൊന്നും ഞങ്ങൾ പറയാറില്ല, പങ്കെടുക്കുക, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ സന്തോഷം അവനെ ഈ നിലയിൽ നിൽക്കുന്നത് കാണാൻ. നീ കേക്ക് കണ്ടില്ലല്ലേ? പക്ഷേ ശ്രീദേവ് നല്ല സ്റ്റുഡന്റ് ആണോ? നല്ല സ്റ്റുഡൻ്റാ. അപ്പൊ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ മാമും ശ്രീദേവും കൂടി കട്ടയട്ടെ അല്ലേ? അയ്യോ ദേ വീണ്ടും വീണ്ടും സ്പൈഡർമാൻ വിട്ടു. ഇതാരാ? സച്ചു. സച്ചു തന്നെ, എനിക്ക് ഉറപ്പ്. സ്പൈഡർമാൻ എങ്കിൽ ആ ഫേസ് ക്യാപ്പ് എടുത്തു. കറക്റ്റ് സച്ചു തന്നെയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഫ്രണ്ട് ആണോ? ഞങ്ങൾ തമ്മിൽ യുകെജിയിലെ ഫ്രണ്ട്സാ. സത്യമായിട്ട് സച്ചു എങ്ങനെയാണ് ക്ലാസ്സിൽ? കുഴപ്പമില്ല, നല്ല കുട്ടിയാണ്. അപ്പൊ കേക്ക് മുറിക്കാം. Happy birthday to you. Happy birthday to you. മിസ് എടുത്തു തരും. ഹാപ്പി Birthday dear Sridev. Happy birthday to you. അപ്പൊ ശ്രീദേവിന്റെ പാട്ട് എല്ലാവരും കേട്ടു, ജഡ്ജ്മെന്റ് കേട്ടു, ഗ്രേഡ് കേട്ടു, മിസ് വന്നു, പിന്നെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ ഇനി നമ്മൾ വോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പൊ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പൊ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് ശ്രീദേവിന്റെ QR കോഡ് എല്ലാവർക്കും കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പൊ എന്നാ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. മാമിനും താങ്ക് യു സോ മച്ച്, സച്ചുവിനും താങ്ക് യു സോ മച്ച്, ശ്രീദേവുടനും താങ്ക് യു സോ മച്ച്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. താങ്ക് യു സച്ചു. Happy birthday Sridev. പാട്ടുകൂട്ടിലെ കൊച്ചിക്കാരി നമ്മുടെ കിലുക്കാൻ പറ്റി. വെൽക്കം മിയക്കുട്ടി ഓൺ സ്റ്റേജ്.
ഞാനിന്ന് ജോൺസൺ മാഷിലെ റൗണ്ടിലെ പാടാൻ പോകുന്ന പാട്ടാണ് ഫോട്ടോഗ്രാഫർ സിനിമയിലെ പച്ചപ്പുൽച്ചാടി. അതിങ്ങനെ പാടിയിട്ട് വരാം. ചിരിക്കുടുക്കേ അല്ലി തേൻമണി ചിത്തിരമുത്തേ സ്വത്തേ പൊന്മണി ചക്കരമുത്തം താനീ കൺമണി. നിയ ഹലോ ഹലോ ആരെടുത്താ ഹലോ പറഞ്ഞേ? എം ജി അങ്കിൾത്ത്. ആണോ? ഹലോ ഹലോ. അപ്പൊ എനിക്ക് ഹലോ 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 മോളെ. ഹലോ. ഇവിടെ ഇവിടെ. ഹായ്. ഹായ്. ഹലോ. ഹലോ. ഏത് പാട്ടാ മോളെ? പച്ചപ്പുൽച്ചാടി. ഏത് പാട്ടാ മോളെ? പച്ചപ്പുൽച്ചാടി. പച്ച പുൽച്ചാടിയോ? ആ. എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു പാട്ടുണ്ടോ? ഉണ്ടോ ഇവിടെ? അതെങ്ങനെയാ പാട്ടാ? എങ്ങനെയാ പാട്ട്? പച്ചപ്പുൽച്ചാടി, മഞ്ഞപ്പുൽച്ചാടി, ചമലപ്പുൽച്ചാടി, പുള്ളിപ്പുൽച്ചാടി. എത്ര പുൽച്ചാടി? 3. പച്ചപ്പുൽച്ചാടി, മഞ്ഞപ്പുൽച്ചാടി, ചമലപ്പുൽച്ചാടി, പുള്ളിപ്പുൽച്ചാടി. ഇടി 4. ഇത് ഇട്ടിരിക്കുന്നത് പാന്റ് ആണോ സ്കേർട്ട് ആണോ? ഇത് ഡിവൈഡഡ് സ്കർട്ടാണ്. പലാസോ. അപ്പൊ ഇതില് പച്ചയുണ്ട് മഞ്ഞയുണ്ട്, അതുകൊണ്ടാണ്. ഉൾച്ചാടിനെ കണ്ടിട്ടുണ്ടോ മിയക്കുട്ടി? അതിനെ ഒരെണ്ണത്തിന് വെക്കട്ടെ. ഗ്രാസ്ഹോപ്പർ. ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുള്ളത്. എവിടെ? ബാംഗ്ലൂരല്ലേ പഠിച്ചത്? കൊച്ചിയിലാ പഠിച്ചത് കേട്ടാ. അല്ല ഞാൻ ബാംഗ്ലൂരാ പഠിച്ചെന്ന് പറഞ്ഞു. ബാംഗ്ലൂരാ പഠിച്ച്. ഏ ബാംഗ്ലൂരാ പഠിച്ച്. പുതിയത് വല്ലതും ഉണ്ടോ? ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞേ. ഉദപരിക്കരുത്. ഉറുമ്പരിക്കരുത്. ഉദപരിക്കരുത്. പകുതി ശരിയായോ? പകുതി. പകുതി. ആ ശരിയായോ? ഒന്നുകൂടി പറഞ്ഞ. പകുതി. പകുതി. ഓ, അതൊക്കെ ആരൊക്കെയാണെന്നറിയോ? അവരെ പേരറിയോ? ഇതോ ഒറ്റത്തിരിക്കുന്ന ചേച്ചിയില്ലേ, അവള് മിയക്കുട്ടീനെ പോലെ തന്നെ സംസാരിക്കുക. കൊച്ചിയിലാണോ? കൊച്ചിയിലാണോ? അതെ. അപ്പുറത്തിരിക്കുന്നത് ആരാ? അതാണ് ആവണി ചേച്ചി. ചേച്ചി എനിക്കറിയാം. ഇപ്പുറത്തിരിക്കുന്ന ചേട്ടൻ ഏതാ? അതറിയില്ല. ആ ചേട്ടനാണ് സൂര്യൻ. സൂര്യനാരായണ ചേട്ടാ. സൂര്യനാരായണ ചേട്ടാ. സൂര്യനാരായണ ചേട്ടാ ഒരു ആക്ഷൻ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. സൂര്യനാരായണ ചേട്ടാ ഒരു ആക്ഷൻ കാണിച്ചു തരുമോ? എന്റെ നാനാന ചേട്ടാ ഒന്ന് നോക്കിയോ, അവന്റെ മുഖത്തോട്ട് നോക്കിയോ. എങ്ങനെയുണ്ട്? റെഡിയാ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല ഏത് പാട്ടാ? പ്രാവശ്യം പറഞ്ഞു പച്ചപ്പുൽച്ചാടി. മതി മതി മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
പുൽച്ചാടി എന്തോ അടിച്ച് പൊളിച്ചു കേട്ടാ. താങ്ക് യു. ചാടി 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 പോയി. ആ ഓരോ പുല്ലിലും ചാടി 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 ഇങ്ങനെ പോയി. അത് ചാടുമ്പോ എങ്ങനെയാണെന്നറിയാമോ മോഡ് എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടോ മീനുട്ടി? പുൽച്ചാടി. ആ അതെ. എന്നാലും ഒരു അതിശയമാണ്. കാരണം ഈ 1 2 3 4 ബീറ്റ്, ഈ അക്ഷരം, പിന്നെ ശ്രുതി ശുദ്ധം. താങ്ക് യു. അവള് പ്രോസായിട്ട് ഗദ്യമായിട്ട് പറയുന്ന സ്ഥലമെല്ലാം അങ്ങനെ, ശ്രുതി വരുമ്പോ ക്ലീൻ. ഇത്രയും പോരെ? ഞാനേ മിയക്കുട്ടി എന്തോ ഒരു 8-9 മാസത്തിന് ശേഷം ഒരു കല്യാണത്തിന് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കാൻ വന്നു. എല്ലാരും പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, ആ മിയക്കുട്ടിയുടെ അടുത്ത് ഒരു അന്വേഷണം പറയണം. മിയക്കുട്ടി അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മിയക്കുട്ടി, എനിക്ക് ഈ പാട്ട് കറക്റ്റ് മോള് കൊണ്ടുവരാൻ മോൾക്ക് പറ്റിയ പാട്ടാണ് ഇപ്പൊ കൊണ്ടുവന്നത്. അപ്പോ ഈ പാട്ട് എഴുതിയത് കൈതപ്രം തിരുമേനി. അപ്പം മോള് പാടിയപ്പം ഇത് ഒറിജിനൽ നിന്നും കുറച്ച് മാറിയായിരുന്നു. പക്ഷെ മോളുടെ പാട്ടിന് ഇതുപോലത്തെ പാട്ട് പെർഫെക്റ്റ് ആണ്. മോൾ ഈ പാട്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഈ പാട്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അതാ തുള്ളി തുള്ളി പോകുന്നൊരു ഫീലില്ലേ, അതുണ്ടായിരുന്നു മോള് പാടുമ്പം. അപ്പം എനിക്ക് കാര്യമായിട്ട് അങ്ങനെ ഒരു വലിയ പ്രശ്നം മോൾ ഇത് പാടിയത് ശരിയായില്ല, അത് ശരിയായില്ല എന്നൊന്നും പറയാൻ യാതൊരു പ്രശ്നവും തോന്നിയില്ല. അങ്കിളിന് എപ്പോഴത്തെ പോലെ ഇന്നും വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, വെൽക്കം. മിയ കുട്ടി, എന്തോ ശ്രീയേട്ടൻ പറഞ്ഞു അല്ലേ, ഞാനിപ്പോ ഒരു മാരേജിൽ പോയി എല്ലാവരും അന്വേഷിച്ചു എന്ന് അല്ലേ? ഞാൻ എവിടെ പോയാലും എല്ലാവരും, മാരേജിനല്ല ഏത് സ്ഥലം പോയാലും അവർ ഇമ്മീഡിയറ്റ്ലി ഈ മിയാക്കുട്ടി എങ്ങനെയാ, സത്യത്തിൽ ഇങ്ങനെ തന്നെയാണോ, ഇത് സത്യത്തിൽ ടേക്കിൽ പാടിയതാണോ അല്ലെങ്കിൽ അങ്ങനെ വെച്ച് ഒട്ടിയതാണോ, അങ്ങനെയൊക്കെ എല്ലാവരും കേൾക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരുപാട് സ്നേഹമുണ്ട്, ഒന്ന് തീർച്ചയായിട്ടും പറയണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാട്ട് പുൽച്ചാടി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ചാടി ചാടി ഇങ്ങനെ ഈ സൈഡ് മാറി ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ ആടി ആടി പാടിയതല്ലേ, അതാണ് വളരെ ക്യൂട്ടായിരുന്നു. പിന്നെ ശ്രുതിസുധന്റെ കാര്യം പറയണ്ട, ആ എക്സ്പ്രഷൻസ് ക്യൂട്ടായിരുന്നു. ഒന്നുമില്ല പറയാൻ. മിയക്കുട്ടി, എന്തോ അങ്കിൾ എന്തോ പറയാന് മോളടുത്ത്. മോള് കലക്കുമല്ലേ, ഓരോ പ്രാവശ്യം മോളിങ്ങനെ വരുമ്പം മോളുടെ ആ തൊണ്ടയിൽ നിന്നും അല്ലെങ്കിൽ വായിൽ നിന്നും പുതിയൊരു അനുഭവത്തിന് വേണ്ടി നിൽക്കുകയാണ്. പാട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു എക്സ്പീരിയൻസ് ആണ്. കാര്യം ലോകം മുഴുക്ക പറയുന്നു ഇത് മിയക്കുട്ടിയൊക്കെ ഒരു അത്ഭുതമാണെന്ന് പറയുന്നു. അപ്പം നമ്മൾക്ക് അത്ഭുതം എക്സ്പീരിയൻസ് ആണ്, പാട്ടാണ് കേട്ടാസ്വദിക്കുന്നത്. ഇത് പാട്ടിനപ്പുറമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. സംസാരത്തിന് സംസാരം, പാട്ടിന് പാട്ട്, താളത്തിന് താളം, ശ്രുതിക്ക് ശ്രുതി, ഓർമ്മശക്തിക്ക് ഓർമ്മശക്തി. ഈ സിനിമ മോള് കണ്ടിട്ടുണ്ടോ? ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന സിനിമ. വീഡിയോ ആ പാട്ടിന്റെ മാത്രമേ കണ്ടുള്ളൂ, പടം കണ്ടോ? പടം കണ്ട്. പാട്ടില് പടം ഉണ്ടല്ലോ. അതെ, ഇതിനകത്ത് അഭിനയിക്കുന്ന മോഹൻലാൽ അങ്കിളാണ്. ഓ സോറി, എനിക്ക് പഠിച്ചിരിക്കണേന്ന്. അപ്പം മോഹൻലാൽ അങ്കിളാണ് ഈ സിനിമയില് ഹീറോ, ഫോട്ടോഗ്രാഫറായിട്ട് വരുന്നത്. ഫോട്ടോഗ്രാഫർ എന്താണെന്നറിയോ? ഫോട്ടോ എടുക്കുന്ന ആൾ. പക്ഷേ സാധാരണ ഫോട്ടോ എടുക്കുന്ന ആളല്ല. ഈ സിനിമയില് വൈൽഡ് ലൈഫ്, അതായത് കാട്ടിൽ പോയി മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നു. ഡബിൾ റോളാണ്. അത് മോള് വലുതാകുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഒരാൾ തന്നെ 2 റോൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മോനുണ്ട്, ചെറിയ പ്രായത്തിലുള്ള, അതിനകത്ത് ആദിവാസിയായിട്ട് അഭിനയിക്കുന്നു മണി. ആ മോന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്. അപ്പം ആ മോനും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് ഇത്. ഒരു സോഷ്യൽ റെലവൻസ് അതെന്താണെന്നുള്ളത് എനിക്ക് മോൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് പറ്റത്തില്ല, അതിനുള്ള ശേഷി എനിക്കില്ല. സോഷ്യൽ റെലവൻസ് എന്ന് ഓർത്തു വെച്ചോ, വലുതാകുമ്പോൾ മനസ്സിലാവും. അത്ര ഇപ്പം അറിഞ്ഞാൽ മതി. ഓൾ ദി ബെസ്റ്റ്. മിയക്കുട്ടി, കാവക്കുട്ടിയുടെ പാട്ടിന് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു എ എക്സ്ട്രീം. അടി ഒരു മിയ മങ്കേഷ്കർ പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ എക്സ്ട്രീം. But Monday, Tuesday, Wednesday, Thursday, song tonight. Hey, jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride on horse open sleigh. Hey, jingle bells, jingle bells, jingle all the way. Oh, what
bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. In a one-horse open sleigh, all the fields we go, laughing all the way. Bells on bobtail ring, making feathers fly. What fun it is to ride and sing a sleighing song tonight. Hey, jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. ഓ മമ്മൂക്ക. In a one-horse open sleigh, all the fields we go, laughing all the way. Bells on bobtail ring, making spirits fly. What fun it is to ride and sing a sleighing song tonight. Hey, jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. ഹാപ്പി കരഞ്ഞപ്പോ ചേച്ചി പറഞ്ഞില്ലേ ഈ പ്രാവശ്യം വരുമ്പോ തരുന്ന്, എന്നിട്ട് കിട്ടിയില്ലേ? ഓക്കെ, സന്തോഷായില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര കരച്ചിലായിരുന്നു. എന്റെ തോളത്ത് കിടന്ന അവിടെ ഹനൂനക്ക് മാത്രമേ ഗിഫ്റ്റ് കൊടുത്തു. അതിന് അപ്പൊ കിട്ടിയല്ലേ? കിട്ടി. അനുവിനേക്ക് ഇത്രയുള്ള ഗിഫ്റ്റ്. ആ ഇത് നോക്ക്, വലുത്. പുൽച്ചാടിയുടെ അത്രയുള്ള ഗിഫ്റ്റ്. അപ്പൊ നമ്മുടെ മിയക്കുട്ടിയുടെ പുൽച്ചാടി പാട്ടൊക്കെ എല്ലാവരും കേട്ടു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പൊ എല്ലാവരും വേഗം തന്നെ നമ്മുടെ ഇൻസൈഡ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പൊ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. മിയക്കുട്ടിയുടെ QR കോഡ് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും കാണാൻ പറ്റും. മിയക്കുട്ടിയുടെ പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും വേഗം അത് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ടാറ്റാ. ബൈ. കുറുമ്പുകോട്ടിലെ പാട്ടിന്റെ കൺമണി കോഴിക്കോട്ട് നിന്നും അമൃതക്കുട്ടി. വെൽക്കം അമൃത വർഷിനി ഓൺ സ്റ്റേജ്. ഒരു നാളെന്നൊരു നാൾ നാം കൂട് കൂട്ടിയില്ലേ, പല നാളിനി പല നാൾ നാം കൂട്ടുകൂടു. ഓ എനിക്ക് വയ്യ. അമൃതവർഷിണി ഇന്ന് ഡാൻസ് ചെയ്ത് ഇവിടെ ആ സ്റ്റേജ് പൊളിക്കും. ആ ഇല്ലേ? ആ കസേലയുടെ കുഴപ്പമെന്നത് അവിടെ ആരിരുന്നാലും ഷോക്ക് അടിക്കും. എന്തൊരു അമൃതവർഷിണിയാണല്ലേ. അമൃതവർഷിണി രാഗം മനസ്സിൽ അറിയാമോ? ഇല്ല, പഠിച്ചില്ല. മധു ബാലകൃഷ്ണൻ ഇത്ര പ്രാവശ്യം പാടിയിട്ട് പഠിച്ചില്ലേ? ഞാൻ പഠിച്ചല്ലോ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഈ തൂങ്കാൽ തമിഴില് തൂങ്കാത വിഴികൾ രണ്ട് ഉൻ തുണை தேடும் நெஞ்சம் ஒன்று செம்பூ மஞ்சம் விரித்தாலும் பன்னீரை தெளித்தாலும் ஆனந்தம் எனக்கேது அன்பே நீளாது தூங்காத விழிகள் ரெண்டு உன் துணை தேடும் நெஞ்சம் ஒன்று சகம பனி சனி பமக சனி பனி சக പനി സഗമ சகம பனி പനി സഗ ni சகம பமக സനി പമഗ சசனி சச பனி ni ம பப கம சக ni ச பனி சகம பனி ச പനി സ பனி ச ഗമ പനി സ சகம பனி ச നി സ பனி ச ഗമ പനി സ സഗമ പനി സ സ സ നി സ പനി സ മ പനി സ ഗമ പനി സ പോട്ടെ സാറേ കുഴപ്പമില്ല. നമുക്കിത് അല്ല, അപ്പോഴാണ് നമ്മള് ഷഡ്ജം. നമ്മൾ വന്ന കാര്യം എന്താണ്? മോളെന്താ ഇവിടെ?
പാട്ട് പാടാൻ. ഏത് പാട്ട്? ചാന്ത് തൊട്ടില്ലേ. ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ താട്ടൽ മഴ തരതട്ടില്ലേ. കേൾക്കാം. സ്റ്റാർട്ട്. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. मुझसे नैना लगाए मोरे श्याम रसिया, मुझसे नैना लगाए मोरे श्याम रसिया, नैना लगाए मुझसे, नैना लगाए मुझसे, नैना लगाए मोरे बिंदिया लगाए मुझसे, नैना लगाए मोरे श्याम रसिया, मुझसे नैना. പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ. ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റു ചിന്നിയ ചാറ്റൽ മഴ തിലങ്ക കെട്ടില്ലേ. ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റു ചിന്നിയ ചാറ്റൽ മഴ തിലങ്ക കെട്ടില്ലേ. ചാന്ത് തൊട്ടില്ലേ. ശാരദേന്ദു ദൂരെ, ശാരദേന്ദു ദൂരെ ദീപാങ്കുരമായി ആദരയ്ക്കു നീ വിളക്കുള്ളിൽ വെക്കവേ, ഘനശ്യാമയെ പോലെ ഖയാൽ പാടിയുറക്കാം. അതു മദന മധുര ഹൃദയ മുരളിയേറ്റു പാടുമോ. പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ. ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റു ചിന്നിയ ചാറ്റൽ മഴ തിലങ്ക കെട്ടില്ലേ. ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ. ജനന ജനന പായൽ ഭജന, ജനന ജനന പായൽ ഭജന, ജനന 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 ജനന. സ്നേഹ സാന്ധ്യരാഗം, സ്നേഹ സാന്ധ്യരാഗം കവിൾ കൂമ്പിലേ തേൻ തിരഞ്ഞിതാ വരൂ മധ്യരാത്രിയിൽ ഹിമശയ്യയിലെന്റെ ഇതൾ പെയ്തു വസന്തം. ഒരു പ്രണയ ശിശിരം ഉരുകി മനസ്സിലൊഴുകുമാദ്യമായി. ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റു ചിന്നിയ ചാറ്റൽ മഴ തിലങ്ക കെട്ടില്ലേ. ചാന്ത് തൊട്ടില്ലേ. പ്രിയനൊരാൾ ഇന്നു വന്നുവോ. ആ സൂപ്പർ. Dances were amazing. Cute. വെരി ക്യൂട്ട്. പ്രിയനൊരാൾ ഇന്ന് വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ. ഡിസംബർ 31st. നല്ല ബ്യൂട്ടിഫുൾ സോങ് ബൈ എം ജയചന്ദ്രൻ, എഴുത്ത് ബൈ ഗിരീഷ് പുത്തഞ്ചേരി ആൻഡ് ശ്രേയ ഘോഷൽ ആൻഡ് കോറസ്. മോള് നന്നായിട്ട് പാടിക്കൊണ്ട്. പെർഫെക്ഷൻ്റെ അങ്ങ് അറ്റത്ത് വരണമെന്നുണ്ടെങ്കിൽ ശാരദേന്ദു ദൂരെന്ന് പാടിയില്ലേ, അതിന്റെ ആ സംഗതി ഒന്ന് പാടിക്കുന്നു. ശാരദേന്ദു ദൂരെ. അതൊന്ന് ക്രിസ്പാക്കണം അവിടെ ഒന്ന്. അതുപോലെ പാടി ഉറക്കാം, ഖയാൽ പാടി ഉറക്കാം. ഘനശ്യാമയെ പോലെ ഖയാൽ പാടിയുറക്കാം.
ഘനശ്യാമയെ പോലെ ഖയാൽ പാടിയുറക്കാം അതിനിടയ്ക്ക് ഒരു കുനിപ്പൂടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വളരെ ഗംഭീരമായിട്ട് തന്നെ പാടി. ബേസ് ഗിറ്റാറിന് ഞാനൊരു വലിയ ഹൈ തരും. അസാധ്യമായിരുന്നു ആ സ്ഥലം. അതൊന്ന് വായിക്കോ. ആഹാ ശശി, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ പണ്ടേ മോടത്ത് പറയാറുണ്ട്, മോക്ക് ഏറ്റവും പ്രശ്നം പറ്റുന്ന ഒരു ഏരിയയാണത്. അതായത് ഈ നമ്മൾ എന്ത് സംഗതി പാടിയാലും അതിന് ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പൂർണ്ണത വരില്ല. അപ്പോൾ ഒരു കംപ്ലീഷൻ വരണമെങ്കിൽ ആ ക്ലാരിറ്റി വരണം. അത് മോക്ക് പറ്റും. കാരണം ചില സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് വരുന്നുണ്ട്. തുടക്കമല്ലേ, കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്ക് മോള് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഈ സംഗതികൾ. എന്നിട്ട് അത് കറക്റ്റാണോ എന്ന് ഒരു റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റാണോ കറക്റ്റ് അല്ലേ എന്ന് സ്വയം വിലയിരുത്തുക. മനസ്സിലായോ? അപ്പം നമുക്ക് മനസ്സിലാവും, ഞാൻ പാടിയത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേന്. ആ ഒരു ലെവൽ ഓഫ് പോയിന്റ് വരെ മോള് കൊണ്ടുപോവുക. കറക്റ്റാവും. ബി പോസിറ്റീവ്. ഓൾ ദി ബെസ്റ്റ്. ഈ പാട്ടിലൂടെയാണ് എനിക്ക് തോന്നുന്നത് ശ്രേയ ഘോഷാൽ എന്ന് പറയുന്ന ഒരു സിംഗർ മലയാളത്തിൽ അങ്ങ് അടിത്തറ ഉറപ്പിച്ചത്. ഘനശ്യാമയെ എന്നുള്ള ആ ലൈനില്ലേ, അതാണ് എൻ്റെ സന്തോഷം കിട്ടുന്ന ലൈൻ ഈ പാട്ടില്. അപ്പൊ അത് മോള് പാടിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു പ്രാവശ്യം കൂടി ഇത് പാടി കേൾക്കാൻ പറ്റും? ഘനശ്യാമയെ പോലെ ഖയാൽ ചെറിയ അതായത് ഇങ്ങനെ എന്തൊരു വാട്ടർ ഫ്ലോ പോലെ, വാട്ടർ ഫോൾ പോലെ അത് നല്ല സ്മൂത്ത് ആയിട്ട് വീഴണം. ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഈസി അല്ല. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കാണുന്നൊരു പാട്ടാണിത്. ആ പാട്ട് മോളിൽ ഇവിടെ എടുത്തു കൊണ്ടുവന്ന് ഇത്ര മനോഹരമായിട്ട്, ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ വളരെയധികം ഡീറ്റെയിലേക്ക് പോകുന്നില്ല, എന്നാലും മോള് റീസണബിളി ജസ്റ്റിഫൈഡ് ആയിട്ട് തന്നെയാണ് മോള് പാടിയത് ഈ പാട്ട്. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ മോളോട് ഇപ്പോഴും വിഷമമുണ്ട്. അതെന്തായിരിക്കും? ആ മൈക്ക് ഒന്ന് മാറ്റിയാൽ മതി. എനിക്ക് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് വന്ന് മാറ്റിത്തരാൻ പറ്റില്ലല്ലോ. മോള് തന്നെ ഓർക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ദീപു, എനിക്ക് വളരെ അതിശയത്തോടു കൂടി കാണുന്ന ഒരു ഗായികയാണ് ശ്രേയ ഘോഷാൽ. ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജ് ആണ് മലയാളം, സാൻസ്ക്രിറ്റ് ഓഫ് കോഴ്സ്. അപ്പോൾ അവർക്ക് എങ്ങനെ പാടാൻ സാധിക്കുന്നു ഞാൻ വളരെ അതിശയിച്ച് കാണുന്ന ഒരു ഇപ്പോഴത്തെ പുതിയ പാട്ടുകാരികളിൽ ഒരു വലിയ ഏറ്റവും അത്ഭുതം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായികയാണ് ശ്രേയ ഘോഷാൽ. എനിക്ക് വേണ്ടി ഞാൻ 2 തമിഴ് സിനിമ ചെയ്തു. അതിന് ഞാൻ ബോംബെ പോയി പാടിച്ചപ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ടാണ് ഈ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സംഗതികൾ അവരുടെ തൊണ്ടയിൽ കൂടി വരുമ്പം അത് വേറൊരു രൂപത്തിലും വേറൊരു സംഗതിയായിട്ടും വരും. എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു ശ്രേയാജി. ഹായ്. വർഷ എന്ന് പറഞ്ഞ മഴയാണ്, അതറിയാമോ? അങ്ങനെ തന്നെ ഇതൊരു സംഗതി മഴ ഉള്ള ഒരു പാട്ടാണ് അല്ലേ? അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. കുട്ടൻ ചേട്ടൻ്റെ കുറേ പാട്ടുകൾ ഇഷ്ടമാണ്, പക്ഷെ ഈ പാട്ട് എപ്പോൾ കേട്ടാലും വളരെ ഒരു ഹാപ്പിനെസ് തോന്നും. അതൊന്നും അറിയാത്തൊരു എന്താണെന്നറിയില്ല, പക്ഷെ കേട്ടാൽ നമുക്ക് അങ്ങനെ ഒരു പീസും ഒരു ജോയും തോന്നും. എനിക്ക് അതുകൊണ്ടാണ് വളരെ ഇഷ്ടം. അഫ്കോഴ്സ് ശ്രേയ പറയണ്ട, വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഇൻ ദ ന്യൂ ജെൻ സിംഗേഴ്സ്. അപ്പോൾ ഈ പാട്ട് പ്രത്യേകിച്ച് പല സംഗതികളും ആ ടെമ്പോയിൽ ഫാസ്റ്റായിട്ട് പാടുന്നതാണ് ബുദ്ധിമുട്ട്. മോൾക്ക് സംഗതി കിട്ടുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടി ഫാസ്റ്റാണ് ആ സംഗതി. അത് അത്ര ഫാസ്റ്റാണ്. അതുപോലെ തന്നെ ആ ഫാസ്റ്റാണ് അതാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഓരോ സിംഗറിൻ്റെ ഒരു ഹിന്ദുസ്ഥാനി ഫീലൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അവർ വാക്കുകൾ പറയുന്ന രീതിയും അപ്പോൾ അത് ഡൈനാമിക്സും ആ പ്രൊനൗൺസിയേഷനും അതാണ് ഒരു സ്റ്റൈലിന് ഒരു ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. ദീപാങ്കുരമായി അത് അതിൻ്റെ ഒരു ലെങ്ത് ഉണ്ട്. പോലെ ഖയാൽ പാടി ഉറക്കാൻ അതു മദന മധുര ഹൃദയമുരളിയേറ്റു പാടുമോ പ്രിയനുരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ കാത്ത് മന കാതിൽ മൂളിയോ. അങ്ങനെ ഒരു അതൊരു ഹിന്ദുസ്ഥാനി ഫീലാണ്. ഇപ്പൊ നമ്മള് ഇത് ദ്വിജാവന്തി രാഗം ബേസ് ആണ് ഏകദേശം. അപ്പൊ ദ്വിജാവന്തി എന്ന് വെച്ചാൽ ലതാജിന്റെ ഐക്കോണിക് സോങ് ഉണ്ട്. കുട്ടൻ ചേട്ടന് വളരെ ഇഷ്ടമാണ്. എനിക്ക് അതാണ്
മനമോഹന ബഡേ ഝൂഠേ മനമോഹന ബഡേ ഝൂഠേ ഹർ കെ ഹാർ നഹീ മാനേ മനമോഹന മോഹന. അതിൻ്റെ ഒരു റൂട്ടല്ലേ ആ ഫാസ്റ്റ് സംഗതി വരുന്നത്. അപ്പോൾ ആ ഒരു പാട്ടൊക്കെ ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ കേട്ട് നമ്മൾ പാട്ട് പഠിച്ചാൽ ഇങ്ങനെ ശ്രേയ പാടുന്ന പാട്ട് കുറച്ച് ഈസി ആയി തോന്നുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മോളുടെ ഫീല്, ആ വോയിസിൻ്റെ ഒരു പ്രസൻസ് അല്ലേ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ സംഗതിൻ്റെ എന്താ പറയാ, പെർഫെക്ഷനും ക്ലാരിറ്റിയും ഇനി നമുക്ക് കൊണ്ടുവരാം. ഓൾ ദി ബെസ്റ്റ്. ബനാറസ് എന്ന് പറഞ്ഞ സിനിമ നേമം പുഷ്പരാജാണ് അതിന്റെ ഡയറക്ട് ചെയ്തത്. വിനീതായിരുന്നു അതിന്റെ ഹീറോ. നവ്യ നായരും കാവ്യ മാധവനും ഹീറോയിൻസ്. ശ്രേയ ഘോഷാലിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണിത്. ആദ്യമായിട്ടാണ് ഒരു വടക്കേ ഇന്ത്യക്കാരിക്ക്, ഒരു പാട്ടുകാരിക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗായകൻ പാടിയിട്ടുണ്ട്, മന്നാഡെ. മാനസമൈനെ വറു എന്നാണ് പാടിയിരിക്കുന്നത്. പക്ഷെ അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി കാലത്തിന്റെ ആ ചരിത്രത്തിന്റെ ഏടുകളിലൊക്കെ വന്നു. അതിനെക്കാട്ടിയും വലിയ ബോളിവുഡ് സിംഗറാണ് കിഷോർ കുമാർ. ABCD ചേർത്തന് പേടി അണിയന് ബേഡി എന്ന് പറഞ്ഞിട്ടാണ് പാടിയിട്ടുള്ളത്. അപ്പം അതൊന്നും മലയാളമല്ല, വലിയ പാട്ടുകാരാണ്. അതാണ് പറഞ്ഞത്, മലയാളം പാടാൻ വളരെ പ്രയാസമാണ്. എൻ്റെ അടുത്ത് വെളിയിലുള്ള ഒരു ഫോറിൻ ഫ്രണ്ട് നിങ്ങളുടെ ഭാഷ പറയുന്നത് കേൾക്കണമെന്ന് ചോദിച്ചിട്ട് ഒരു പാട്ടക്കകത്ത് കുറെ കല്ലിട്ടിട്ട് ഇങ്ങനെ കുലുക്കി കാണിച്ചു. ഇതാണ് നിങ്ങളുടെ ഭാഷ. എന്താ പറയുക, എവിടെ വരുന്നത്, കുറേ നാളെയല്ലേ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫാസ്റ്റിൽ അങ്ങോട്ട് തകർക്കുമല്ലേ. അപ്പം അതൊക്കെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഇതൊക്കെ വരാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ വിനീതിനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വിനീത് ഒരു തികഞ്ഞ കലാകാരൻ. ഒരാളെക്കുറിച്ച് വിനീത് മോശം പറഞ്ഞു കേട്ടിട്ട് എല്ലാവരെയും ഫ്രണ്ടാണ്. എല്ലാവരെയും ഭയഭക്തി ബഹുമാനം, ആ പ്രത്യേകിച്ച് ആ വാക്കുണ്ട്, ഭയഭക്തി ബഹുമാനം. ആരെയും നോവിക്കില്ല, ആരെയും വിഷമിക്കില്ല. ഇനി വിനീതിനെ എന്തെങ്കിലും തരത്തിൽ നമ്മളൊന്ന് അങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞാലും പുള്ളി ഇങ്ങോട്ട് സോറി പറയും. അപ്പോൾ വിനീത് ഞാനുമായിട്ടുള്ള ഒരു കല്യാണ വീട് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു. ഞാൻ നോക്കുമ്പം വിനീതല്ലാതെ സിനിമയിൽ ബന്ധപ്പെട്ട ആരുമില്ല, എല്ലാവരും പുതുമുഖങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, വിനീതേ, അപ്പം ഞാൻ പോട്ടെ ചേട്ടാ, എനിക്ക് വൈറ്റ് ഫോർട്ടിൽ എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, ഒരു പ്രോഗ്രാമിൻ്റെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായി പോകും. ഞാൻ പറഞ്ഞ്, നില്ല നീ ഒരു 10 മിനിറ്റ്. അപ്പം മമ്മൂക്ക വരുന്നുണ്ടെന്ന് പറഞ്ഞു. മമ്മൂക്ക ഇപ്പോൾ ഉടനെ വരുന്നുണ്ട്, മമ്മൂക്കയുടെ ഫ്രണ്ടാണ്. അപ്പം മമ്മൂക്ക വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, അയ്യോ മമ്മൂക്കയുടെ സിനിമ കണ്ട് താപ്പാന, നല്ല രസമായിരിക്കുന്നു കേട്ടോ, മമ്മൂക്കയുടെ പാട്ടുമൊക്കെ നന്നായിരുന്നു. ഞാൻ പറഞ്ഞ്, അപ്പം നില്ലേ മമ്മൂക്ക വരട്ടെ. അയ്യോ എനിക്ക് പോകണം പ്ലീസ് മുകേഷ് ഏട്ടാ, വേറെ ഏത് ദിവസമായിരുന്നു ഞാൻ നിന്നേനായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ പോകുന്നു. ഇവൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. പിന്നെ ഒറ്റ നമ്പറേ ഉള്ളൂ. ആ വിനീത്, ഈ താപ്പാന ഏത് ഭാഗമാണ് നിനക്ക് ഇഷ്ടപ്പെടാതിരുന്നത്? അല്ല, ഏത് ക്ലൈമാക്സ് ആണ് ഇഷ്ടപ്പെടാതിരുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞു. നീ ആദ്യം പറഞ്ഞില്ല എൻ്റെ മമ്മൂക്ക മോശമാണ്. എന്തോ ഇപ്പം മമ്മൂക്ക ഇപ്പോൾ വരുമല്ലോ. അയ്യോ കാര്യം ഇവൻ എന്തോ ഒരു ഇത് കിട്ടി. ഇവൻ പോയി കഴിഞ്ഞാൽ ഞാൻ മമ്മൂക്കടുത്ത് ഇതം കാണാൻ തമാശയ്ക്ക് പറയുമോ, അപ്പോൾ മമ്മൂക്ക അത് വിശ്വസിക്കുമോ? അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോടാ എനിക്ക് പോവുകയും വേണം. ഞാൻ നീ പൊയ്ക്കോ, ഫസ്റ്റ് ഹാഫ് മോശമെന്നാണ്, ഏതാ നിനക്ക് ഇഷ്ടപ്പെടാതിരുന്നു? അപ്പോൾ കസേര വന്നിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പോകുന്നില്ലേ? അല്ല മമ്മൂക്ക വന്നിട്ട് പോവാം എന്നിട്ട് പറഞ്ഞു. മമ്മൂക്ക ഒരു വിധത്തിൽ വരത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീണ്ടും. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യടാ. ഞാൻ പറഞ്ഞു, നീ പൊയ്ക്കോ, ഈ ക്ലൈമാക്സ് എങ്ങനെ ഇത്ര മോശമായത്? ഞാൻ പോകുന്നില്ല എന്ന്. മമ്മൂക്ക വന്ന് തിരിച്ച് എൻ്റെ കൂടെ നിന്ന് മമ്മൂക്ക കാറി കയറി പോയതിനു ശേഷം പോട്ടെ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. എന്തായാലും ഒരു എൻകറേജ്മെന്റ് എന്ന രീതിയിൽ മോൾക്ക് തരുന്നു A+wow. താങ്ക് യു സർ. അടി ഒരു അമ്രോഡ്സ് പൂക്കുറ്റി. Congrats, you are awarded A+wow. താങ്ക് യു സർ. Wow. താങ്ക് യു സർ. അപ്പൊ അമൃതക്കുട്ടിയുടെ പാട്ടൊക്കെ എല്ലാവരും കേട്ടു, ജഡ്ജ്മെന്റ് കേട്ടു, ഗ്രേഡ് കേട്ടു, എല്ലാം കേട്ടു. ഇനിയിപ്പോൾ വോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ നമ്മുടെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറാം. അമൃതക്കുട്ടിയുടെ QR കോഡ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. വരിനെല്ലിൻ കൂമ്പിൽ ചെറുപൂവും വന്നിലേ, പുതുചാലിൽ ഇണ തേടും തിരുതാലി
ലാലിപ്പൂ ഞാനേ കളിയാക്കി ചിരി തൂകുന്നൊരു നാണക്കുഞ്ഞാണ്. www.myg.in-ലൂടെ കയ്യിൽ ഒതുങ്ങുന്ന വിലയിൽ കൈവിരൽ തുമ്പിൽ ഗാഡ്ജറ്റുകൾ. ഷോപ്പുകൾ കയറേണ്ട, വില പേശേണ്ട. www.myg.in-ൽ ലോഗിൻ ചെയ്യൂ. ബെസ്റ്റ് ഓഫേഴ്സുകളോട് സ്വന്തമാക്കൂ നിങ്ങളുടെ ഗാഡ്ജറ്റുകൾ. ബെസ്റ്റ് പ്രൈസ്, എക്സ്പ്രസ് ഡെലിവറി, സർവീസ് സപ്പോർട്ട്. മൈജി, കേരളാസ് കംപ്ലീറ്റ് ഓൺലൈൻ ഗാഡ്ജറ്റ് സ്റ്റോർ. MG അങ്കിളെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? എന്റെ മിയാ മങ്കേഷ്കർ. മിയാ, വെൽക്കം മിയ കുട്ടി ഓൺ സ്റ്റേജ്. മിയ കുട്ടിക്ക് GRBG നൽകുന്ന ഒരു സമ്മാനം. ഇപ്പൊ മിയ കുട്ടിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടി. ഇനി മിയ കുട്ടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു മനോഹരമായ ഗാനം ഗിഫ്റ്റ് ചെയ്യും. हाय नमी कुटिया, मेरे साथ गाओ ना प्लीज. मेरे महबूब कयामत होगी, आज रुसवा तेरी गलियों में मोहब्बत होगी. मेरी नजरें तो गिला करती हैं, तेरे दिल को भी सनम तुझसे शिकायत होगी. मेरे महबूब तेरी गली में आता सनम, तकमा वफा का जाता सनम, तुझसे सुनाना जाता सनम. तेरा जिधर आया हूँ मगर ये कहने में दीवाना, हद मोहब्बत दिए वेशत होगी. आज रुसवा तेरी गलियों में मोहब्बत होगी. मेरे महबूब कयामत होगी. आज रुसवा तेरी गलियों में मोहब्बत होगी. मेरे महबूब. 3 ലക്ഷത്തിലധികം കുട്ടികളോളം ഡൗൺലോഡ് ചെയ്തിട്ടുള്ള 90+ മൈ ട്യൂഷൻ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വൺസ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീ വേർഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ റെഗുലർ ക്ലാസ്സസ് ഒന്നും ഇല്ലയെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഒരു സിനിമ കാണും പോലെ ഓരോ സബ്ജക്ട്സും പഠിച്ചു പോകാം. ഇതിൻ്റെ ക്ലാസ്സസ് എല്ലാം ആനിമേറ്റഡ് വിഷ്വൽസിലാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. First row 1/2 becomes first column. Second row 0 -5 becomes second column. Third row √3 9 becomes third column. നമ്മളിപ്പോൾ കണ്ടത് +2 കുട്ടികളുടെ മാത്സ് ക്ലാസ് ആണ്. ഇതുപോലെ പഠിക്കുമ്പോൾ നല്ല മാർക്സ് സ്കോർ ചെയ്യാനും അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പം 3 ലക്ഷത്തിലധികം കുട്ടികളാണ് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ ചെല്ലുക, 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ കുറേ പെർഫോമൻസും കുറേ നല്ല നല്ല പാട്ടുകളും തമാശയും ഒക്കെ കേട്ടു. ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ടാറ്റാ.